നമസ്കാരം, ഞാൻ മനോജ് സി മണി. ഇന്നത്തെ വീഡിയോ സന്തുലിതമായ സൂക്ഷ്മ പോഷകങ്ങൾ എങ്ങനെ ഭക്ഷണത്തിൽ കൂടി നേടാം എന്നതിനെക്കുറിച്ചാണ്. പോയിൻ്റ് വൈവിധ്യമാർന്ന മുഴുവൻ ഭക്ഷണങ്ങളും സീസണലായി കിട്ടുന്നത് കഴിക്കുക എന്നുള്ളതാണ്. മൈക്രോ ന്യൂട്രിയൻറ്റിൻ്റെ വിശാലമായ സ്പെക്ട്രം ഉറപ്പാക്കുവാൻ നിങ്ങളുടെ ഭക്ഷണത്തിൽ വൈവിധ്യമാർന്ന പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, വിത്തുകൾ, പരിപ്പുകൾ, കൊഴുപ്പ് കുറഞ്ഞ പ്രോട്ടീനുകൾ എന്നിവ ഉൾപ്പെടുത്തുക. രണ്ടാമത്തെ പോയിൻ്റ് വർണ്ണാഭമായ അല്ലെങ്കിൽ കളർഫുള്ളായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഭക്ഷണത്തിൽ വർണ്ണാഭമായ പഴങ്ങളും പച്ചക്കറികളും അവയുടെ കളറോടുകൂടി തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം വ്യത്യസ്ത നിറങ്ങൾ വ്യത്യസ്ത മൈക്രോ ന്യൂട്രിയൻ്റ് പ്രൊഫൈലുകളെ സൂചിപ്പിക്കുന്നു. മൂന്നാമത്തെ പോയിൻ്റ് ഇലക്കറികൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ചീര, ചേമ്പില തുടങ്ങി പരമ്പരാഗതമായി നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്കറികളെല്ലാം തന്നെ വൈറ്റമിൻ എ, സി, കെ എന്നിവയും ഇരുമ്പ്, കാൽസ്യം എന്നീ ധാതുക്കളുടെയും സമ്പന്നമായ ഉറവിടങ്ങളാണ്. നാലാമത്തെ പോയിൻ്റ് ധാന്യങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അവശ്യ ബി വൈറ്റമിനുകൾ, മഗ്നീഷ്യം, നാരുകൾ എന്നിവ അടങ്ങിയ ധാന്യങ്ങൾ ആയ ബ്രൗൺ റൈസ്, ഗോതമ്പ്, പിന്നെ ഓട്സ് തുടങ്ങിയവയെല്ലാം തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അഞ്ചാമത്തെ പോയിൻ്റ് ലീൻ പ്രോട്ടീനുകൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ബീൻസ്, സോയ പോലെയുള്ള ഫാറ്റ് കുറഞ്ഞ പ്രോട്ടീനുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അവശ്യ അമിനോ ആസിഡുകളും ഇരുമ്പ്, സിങ്ക് പോലെയുള്ള ധാതുക്കളും അവ നൽകുന്നു. ആറാമത്തെ പോയിൻ്റ് അവശ്യ കൊഴുപ്പുകൾ ഭക്ഷണത്തിൽ ചേർക്കുക എന്നുള്ളതാണ്. കൊഴുപ്പ് ലയിക്കുന്ന വിറ്റാമിനുകളായ അല്ലെങ്കിൽ ലയിപ്പിക്കുന്ന വിറ്റാമിനുകളായ എ, ഡി, സി, കെയും അവശ്യ ഫാറ്റി ആസിഡും ശരീരത്തിന് നൽകുക. അവക്കാഡോ, പരിപ്പ്, വിത്തുകൾ, ഒമേഗ 3, ഒലിവ് ഓയിൽ തുടങ്ങിയ കൊഴുപ്പുകളുടെ ഉറവിടങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഏഴാമത്തെ പോയിൻ്റ് ഭക്ഷണത്തിൽ പച്ചമരുന്നുകളും സുഗന്ധദ്രവ്യങ്ങളും ഉപയോഗിക്കുക എന്നുള്ളത്. മഞ്ഞൾ, ഇഞ്ചി, വെളുത്തുള്ളി, കറുവാപ്പട്ട തുടങ്ങിയ ഔഷധ സസ്യങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും ഭക്ഷണത്തിനോടൊപ്പം നൽകുക. ഇത് അതിന് സ്വാദ് കൂട്ടുന്നതിനോടൊപ്പം ഭക്ഷണത്തിന് ആൻറ്റി ഓക്സിഡൻ്റ് സംയുക്തങ്ങളും കൂടാതെ മറ്റു ശരീരത്തിന് ഗുണം ചെയ്യുന്ന സംയുക്തങ്ങളും നൽകുന്നതിന് സഹായിക്കും. എട്ടാമത്തെ പോയിൻ്റ് ഡയറി ഇതര മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. കാൽസ്യം, വൈറ്റമിൻ ഡി, മറ്റു പോഷകങ്ങൾ എന്നിവ അടങ്ങിയ ബദാം മിൽക്ക് അല്ലെങ്കിൽ സോയാ തൈര് പോലെയുള്ള ഫോർട്ടിഫൈഡ് ഡയറി ഇതര ഭക്ഷണങ്ങൾ കാൽസ്യവും വൈറ്റമിൻ ഡിയും കിട്ടാനായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഒമ്പതാമത്തെ പോയിൻ്റ് ഭക്ഷണം വിവേകപൂർവ്വം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ദിവസം മുഴുവനും ന്യൂട്രിയൻ്റ് ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിന് പുതിയ പഴങ്ങൾ, അസംസ്കൃത പച്ചക്കറികൾ, തൈര്, അണ്ടിപ്പരിപ്പ്, വിത്തുകൾ തുടങ്ങിയ പോഷകസാന്ദ്രമായ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. പത്താമത്തെ പോയിൻ്റ് ജലാംശം നിലനിർത്തുക എന്നുള്ളതാണ്. ജലാംശം ശരീരത്തെ സപ്പോർട്ട് ചെയ്യുന്നതിനും ശരീരത്തിലെത്തുന്ന സൂക്ഷ്മ പോഷകങ്ങളുടെ ഒപ്റ്റിമൽ ആഗിരണവും ഉപയോഗവും ഉറപ്പാക്കുന്നതിനും വെള്ളം ധാരാളം ശരീരത്തിന് ആവശ്യമാണ്. ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒന്ന് ശ്രദ്ധ ചെലുത്തിയാൽ ആഹാരത്തിൽ കൂടെ നമുക്കുണ്ടാകാവുന്ന കുറവുകൾ പരിഹരിച്ച് നല്ല ഒരു ആരോഗ്യമുള്ള ഒരാളായി ജീവിക്കാൻ സഹായിക്കും. താങ്ക് യു.